നമ്മളല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, 8-9 മണിക്കൂർ ഉറങ്ങുക, പകൽ ഒഴിവിട്ടുമ്പോൾ പിന്നെ ഉറങ്ങുക, ഉച്ച കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ഉറങ്ങുക, അങ്ങനെ മൊത്തം 10 മണിക്കൂർ സപ്പോസ്. ബാക്കിയുള്ള ടൈം കുളിക്കണം, അലക്കണം, ഭക്ഷണം കഴിക്കണം, പിന്നെ ഒരു 2-3 മണിക്കൂറെങ്കിലും മൊബൈൽ കളിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താ പുതിയ കാലത്ത് ജീവിക്കണതിന് കാര്യം ഉണ്ടാവും? പിന്നെ എത്ര നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കണത്? എത്രയാണ് ആഖിറത്തിന് വേണ്ടി ജീവിക്കണത്? അതുകൊണ്ടാണ് 1 മണിക്ക് മുമ്പ് ഉറങ്ങിയത് ഓർമ്മയില്ല എന്ന് ഉസ്താദ് പറയുന്നത്. അത് ഉസ്താദിന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കണതിൽ ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, എന്നോട് മാത്രം പറഞ്ഞതായിരിക്കും. പക്ഷെ എനിക്കത് പറയാതെ വയ്യ. ആധുനികരും പൂർവികരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആഖിറത്തെ കൊതിച്ചവർ, ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർ തോന്നിയ ദിവസം കാട്ടിയിട്ട് സമയമൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഒന്നിനും സമയമില്ല. അതാണ് എല്ലാവരും പറയണത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ പറയാം. ഉസ്താദിൻ്റെ റൂമിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റും വിധം ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, സമയം വിലപ്പെട്ടതാണ്, എൻ്റേതും നിങ്ങളുടേതും. ഇരുന്ന് കത്തിയടിക്കേണ്ട വേറെ പണിയുണ്ട് എന്നർത്ഥം. ഇവിടെ കയറി വന്നിട്ടേ ഇങ്ങനെ തൊള്ള വിട്ടുകൊണ്ടിരിക്കേണ്ട, വേറെ പണിയുണ്ട്, ഒന്ന് പോകാവോ, ഒന്ന് ഇറങ്ങിപ്പോകുമോ എന്നുള്ളതിന് മര്യാദക്കുള്ളൊരു പ്രയോഗമാണ് സമയം വിലപ്പെട്ടതാണ്, എൻ്റേതും നിങ്ങളുടേതും എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്കും വിപ്ലവം രചിക്കാനൊക്കെ പറ്റും, നമുക്കും മാസത്തിൽ ഖത്തം തീർക്കാനൊക്കെ പറ്റും, നമുക്കും ഡെയിലി 300 മതിലേറെയും സ്വലാത്ത് ചെയ്യാൻ പറ്റും, നമുക്കും 8-10 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ചേക്കുക.